നമസ്കാരം. VCB ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രാകേഷ് KR. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയ മുടങ്ങിയിട്ട് 1.5 മാസം കഴിഞ്ഞു. പ്രതിസന്ധി പരിഹരിക്കുവാൻ ആരോഗ്യവകുപ്പ് തയ്യാറാകാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. KPCC സെക്രട്ടറിയും ആശുപത്രി വികസന സമിതി അംഗവുമായ രാജേന്ദ്രൻ അരങ്ങത്തിന്റെ നേതൃത്വത്തിൽ പ്രിൻസിപ്പലിന്റെ ഓഫീസിന് മുന്നിൽ HDS അംഗങ്ങളും ജനപ്രതിനിധികളും വായ് മൂടിക്കെട്ടി പ്രതിഷേധിച്ചു. വാണിയംകുളത്ത് ഓട്ടോറിക്ഷയും ടെമ്പോ ലോറിയും കൂട്ടിയിടിച്ച് ഡയാലിസിസ് രോഗിയായ വയോധികയ്ക്ക് ദാരുണാന്ത്യം. മായന്നൂർ പൂളക്കൽ വീട്ടിൽ 64 വയസ്സുള്ള പത്മാവതിക്കാണ് ജീവൻ നഷ്ടമായത്. വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ഡയാലിസിസ് കഴിഞ്ഞ ശേഷം മായന്നൂരിലെ വീട്ടിലേക്ക് പോകുന്നതിനിടെ ഞായറാഴ്ച അർദ്ധരാത്രിയോടെയായിരുന്നു അപകടം. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിന്റെ നവീകരിച്ച ഓഫീസ് കെട്ടിടം തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്തു. 100 കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നിശ്ചയദാർഢ്യത്തോടെ വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ച് ബഹുരാഷ്ട്ര കമ്പനി ഓഫീസുകൾക്ക് സമാനമായി കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിനെ മാറ്റിയ ഭരണസമിതി അംഗങ്ങൾക്ക് ഉദ്ഘാടന സദസ്സിൽ പ്രതിപക്ഷ നേതാവിന്റെ അഭിനന്ദനം. വടക്കാഞ്ചേരി നഗരസഭ 35-ാം ഡിവിഷൻ മുണ്ടത്തിക്കോട് രാജഗിരിയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുവാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം തിങ്കളാഴ്ച നടന്നു. MLA ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി 25.50 ലക്ഷം രൂപ വിനിയോഗിച്ച് നടപ്പിലാക്കുന്ന കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റലപ്പള്ളി നിർവഹിച്ചു. 77ഓളം കുടുംബങ്ങളുടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനാണ് പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്.